എല്ലാവരും ശ്രമിച്ചു ഒന്നിൻ്റെ കുട്ടി ഒന്നിൻ്റെ കണ്ണിന് മുന്നിൽ എത്തിച്ചു തരാൻ മരിക്കുന്നതിന് മുന്നേ എൻ്റെ കുട്ടി ഒന്ന് കാണാനൊരു പൂജയുണ്ട് എനിക്ക്. അല്ലെങ്കിൽ അങ്ങോട്ടെങ്കിലും പോയിട്ട് അവസ്ഥകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ മുമ്പിൽ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും, ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, ഗൾഫിൽ റഹീം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന് തൂക്കുകയറ് വിധിച്ച ഒരു അവസ്ഥയിൽ നിൽക്കുന്നല്ലേ. പക്ഷേ അതിനേക്കാളേറെ എനിക്ക് സങ്കടം ഉണ്ടാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ കരയുന്നതും അതിനെക്കുറിച്ച് പറയണതൊക്കെ ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഒരു പെറ്റമ്മാൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ നമ്മളെ മക്കളാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ എന്താ അവസ്ഥ, നമ്മളെങ്ങനെ നിൽക്കണ്ടാവും. ഇപ്പോൾ ഈ റമദാൻ മാസത്തിൽ ആ ഉമ്മ നോമ്പും നോറ്റ് അള്ളാഹിനോട് ദുആയിരുന്നു ഇങ്ങനെ കാത്തിക്കല്ലേ മോൻ വരുമായിരിക്കുമെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മളൊക്കെ ചെയ്യുക. അതിൻ്റെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എൻ്റെ വീഡിയോൻ്റെ താഴെ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ലെങ്കിലും ഇത്രയും വീഡിയോസ് കണ്ടിട്ടും ഒരുപാട് ന്യൂസ് ചാനൽ പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും ഞാനും അതിനു വേണ്ടി എന്തെങ്കിലും എനിക്കും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര വിഷമം എനിക്ക് അതുകൊണ്ട് എന്താ പറയുക, കഴിയുന്നവരൊക്കെ ആർക്കും കഴിയാതെ നിൽക്കൂല. അതാ ഞാൻ പറഞ്ഞത്, ആർക്കും കഴിയാതെ നിൽക്കൂല. ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ഇങ്ങനെ നമ്മളെ കാര്യം മാറ്റി വെച്ച് നമ്മൾ ചെയ്യും അല്ലേ, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ കാരണം ഒരു ജീവനല്ലേ രക്ഷപ്പെടുന്നത്. നമ്മളെ മനസ്സ് വിചാരിക്കുന്ന ഒരു കാര്യം കൊണ്ട് ഒരു ജീവൻ രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് അത്രയും വലുതായിട്ട് വേറൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും മനസ്സ് വെച്ച് അവനവനാ കഴിയുന്ന ചെയ്യുക. അവനവനാ കഴിയുന്ന ഒരു സംഖ്യ ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് ഇട്ട് കൊടുക്കുക, ആ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അത് കഴിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, കുറേ യൂട്യൂബേഴ്സൊക്കെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. എന്നാലും എനിക്കിത് നിങ്ങളോടൊന്നും പറയാനിട്ട് വല്ലാത്തൊരു വിഷമം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ മോൻ്റെ മുഖം അത് ചിലപ്പോൾ ഇപ്പോൾ അന്ന് പോകുമ്പോഴുള്ള ഫോട്ടോ ആയിരിക്കുമോ എന്തോന്ന് അറിയില്ല, മുഖം കണ്ട് ആ ഉമ്മാൻ്റെ മുഖവും കണ്ടിട്ട് എനിക്ക് എന്തോ വല്ലാത്ത വിഷമം മനസ്സിൽ. എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ മക്കളുണ്ട്, മക്കൾക്ക് കയ്യബദ്ധം പറ്റാത്ത ആൾക്കാരില്ല. കയ്യബദ്ധമല്ല, തെറ്റ് പറ്റാത്ത ആൾക്കാരില്ല അല്ലേ. തെറ്റ് പറ്റുന്നത് മാനുഷികമാണ്, ക്ഷമിക്കുന്നതാണ് ദൈവികം എന്ന് പറഞ്ഞ കേട്ടില്ലേ. പക്ഷേ അവർ ക്ഷമിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് അവർക്ക് പൈസ കൊടുക്കണം എന്നാണ് പറയണത്. അങ്ങനെയല്ലേ പറയണ കേട്ടത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളാ കയ്യിൽ നിന്ന് സഹായം ചെയ്ത് കൊടുക്കുക. ഇത് ഇനി കുറച്ച് ദിവസങ്ങളൂടെ ഉള്ളൂ എന്നാണ് പറയണത്. ഇതിൻ്റെ മുമ്പേ നോക്കിയെങ്കിൽ നന്നായിനു. പക്ഷേ ചിലപ്പോൾ ഇപ്പോഴേക്കും വിധി അടുത്തത് പറയാൻ പറ്റില്ല. എന്തെന്നായാലും ഒന്നും കൊടുക്കാൻ കഴിയാത്തോലോ ഒന്നും ചെയ്യാൻ കഴിയാത്തോലോ മനസ്സൊരുക്കി അള്ളാഹിനോട് ദുആ ചെയ്യെങ്കിലും ചെയ്യണം കേട്ടോ. ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പുണ്യമായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ആ ഉമ്മൻ്റെ കണ്ണീര് മാത്രം മതി മക്കളെ. എനിക്കത് കണ്ടിട്ട് പിന്നെ ഇന്നലെ മെനിയാന്നൊക്കെ ഞാൻ ആ വീഡിയോ കണ്ട് ആ ഉമ്മൻ്റെ ഓരോ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമം, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മളെ നമ്മളെ അടുത്തുനിന്ന് വിട്ടുപോയാൽ നമ്മളിങ്ങനെ ദുആ ചെയ്യും, പഠിച്ചോനെ നമ്മളെ മക്കൾക്ക് ഒരാപത്ത് വരലേ അല്ല, മക്കൾക്ക് ചെന്നോടത്ത് സുഖമാവണേ എന്നല്ലേ. അവിടെ ഇങ്ങനത്തെ ഓരോന്നിൽ പെട്ടുപോയ അന്യനാടല്ലേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർ വിചാരിക്കും പോലെയൊക്കെ ആയിക്കില്ലേ. എന്തെന്നായാലും ഞാനീ പറഞ്ഞത് നിങ്ങൾ തട്ടിക്കളയാണ്ട് കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി പറയാൻ എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടീൻ്റെ ജീവൻ രക്ഷിക്കുക, എനിക്കതേ പറയാനുള്ളൂ. അല്ലാതെ ഇപ്പം എന്താ പറയുക ഞാൻ. അതിനു വേണ്ടി പിന്നെ എത്രയോ ആൾക്കാരിപ്പോൾ ഈ നമ്മളൊക്കെ ഇടുന്ന വീഡിയോ ആയിക്കോട്ടെ, ഈ കുറേ വലിയ വലിയ ആൾക്കാർ ഈ ഫിറോസ് കുന്നംപറമ്പിൽ പോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ വീഡിയോ അവരെ കാണിച്ചും കൊണ്ട് തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചിലപ്പോൾ നമ്മളെ വലിയ വലിയ പൈസ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്, വലിയ മുതലാളിമാർ, വലിയ വലിയ ബിസിനസ്സിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ഓലൊക്കെ അത് കാണുന്നുണ്ടാവുമോ എന്നറിയില്ല. ഒരു സഹായം ഉണ്ടെങ്കിൽ അവർക്ക് പഠിച്ചത് നല്ലത് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുക, ഓരോ വലിയ വലിയ രാഷ്ട്രീയക്കാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, അവരൊക്കെ മന്ത്രിമാർ അല്ലാത്ത ആൾക്കാരൊക്കെ തന്നെ അവരൊക്കെ ഓരോ ഷർട്ട് വാങ്ങുന്ന, ഓരോ പാൻറ്റ് വാങ്ങുന്ന, ഓരോ പൈസയൊക്കെ ഞാൻ അങ്ങനെ ഇന്നലെ അതൊക്കെ ഞാൻ ആലോചിച്ച്. ചിലരൊക്കെ ലക്ഷങ്ങൾ വില വരുന്ന ഡ്രസ്സൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, ആ കുട്ടീൻ്റെ ജീവന് വേണ്ടിയല്ലേ,
ഈ ഉമ്മ ഇങ്ങനെ എന്താ കൈ നീട്ടുന്നത്. നമ്മൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് നിങ്ങൾ ഡ്രസ്സ് എടുക്കണ്ടെന്ന് വിചാരിച്ചേക്ക്. എന്നിട്ട് ആ പൈസ നിങ്ങൾ എന്താ പറയുക ഇങ്ങനെ ഒരു കാര്യത്തിന് മാറ്റിയേക്ക്. നല്ലതേ വരൂ, നല്ലതേ വരൂ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ദോഷം വരില്ല. നാളേക്ക് നമുക്കും നമ്മളെ മക്കൾക്കും നല്ലതേ വരൂ. എനിക്കിത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒന്ന് എത്തിക്കാം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്താലും എനിക്ക് ഒരു പരാതിയില്ല, ഒന്നുമില്ല. കാരണം അത്രയും എന്താ പറയുക, ഇത് ആൾക്കാരിലേക്ക് എത്തണം, അതാണല്ലോ. അല്ലാതെ എനിക്കിത് ഇന്നൊരു വരുമാനം കിട്ടണം, ഞാനിത് പറയുന്നതുകൊണ്ട് എൻ്റെ ചാനലിന് റീച്ചിട്ടാണോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യണം, അങ്ങനെ ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമില്ല. അത് യൂട്യൂബിൻ്റെ റൂൾ അനുസരിച്ച് അതിനനുസരിച്ച് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ എന്താ ഇതേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ആ കുട്ടീൻ്റെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരും മുൻകൈ എടുക്കുക. ആർക്കും ഒരു അനക്കല്ലാത്ത പോലെയാണ് തോന്നുന്നത്. കാരണം അക്കൗണ്ടിൽ പൈസ കയറുന്നില്ല. ആൾക്കാരിത് കാണുക, ഒരു കണ്ണിൽ കൂടെ കണ്ട് അതങ്ങ് മൈൻഡില്ലാതാക്കുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. നാളെ ഈ സ്ഥാനത്ത് നമ്മളെ മക്കൾ വരില്ല എന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു നിരപരാധി നമ്മളെ മക്കളൊന്നിനും പോവില്ല, ആക്കില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വന്നുകൂടായിക്കില്ല. ഓരോരുത്തർക്കും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും, ചിലപ്പോൾ 10-20 വയസ്സാവാനായിട്ടുണ്ടാവും. ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, എന്തോ തെറ്റ് ചെയ്താൽ ഒന്ന് കഴിച്ചിലാക്കി കൊണ്ടുവരാൻ നമുക്ക് ആരെ കാല പിടിക്കേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ചിന്തിച്ചിട്ട് അവനെ കഴിയുന്നത് ചെയ്യുക. ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്ന് എനിക്കറിയില്ല. ഈ പ്രാവശ്യം പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കണ്ടെന്ന് തീരുമാനിച്ചേക്ക് നിങ്ങൾ. എന്നാലും നിങ്ങൾക്ക് അത് നല്ലതേ ഉണ്ടാവും, നല്ലതേ വരൂ, എന്നും നല്ലതേ ഉണ്ടാവും. ആ കുട്ടിൻ്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് നല്ലതേ വരൂ. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും.